രാമായണ രാമായണ വരുന്നു. ഇന്ത്യൻ വീരോതിഹാസമായിട്ടുള്ള കഥ അങ്ങനെ ചലച്ചിത്രമാകുകയാണ്. ബ്രഹ്മാണ്ഡ ചിത്രം. കുറെ കാലമായി ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ കണ്ടിട്ട്. അപ്പൊ നിതീഷ് തിവാരി എന്ന മനുഷ്യൻ സംവിധാനം ചെയ്യുന്ന നല്ല അടിപൊളി സിനിമയായിരിക്കും ഇതെന്ന് ഉറപ്പായുണ്ട്. കാരണം ടീസർ അതുപോലത്തെ ടീസറായിരുന്നു. രൺബീർ കപൂർ ആണ് നായകൻ. അപ്പൊ ആരാണ്? രാമനായിട്ട് രൺബീർ കപൂർ അങ്ങനെ അഭിനയിക്കുന്നു. സീതയായിട്ട് സായി പല്ലവി അഭിനയിക്കുന്നു. നമ്മുടെ പ്രേമത്തിലെ സായി പല്ലവി. പിന്നെ 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 മാസിന്റെ മാസ് രാവണനായിട്ട് യാഷ്, റോക്കിംഗ് സ്റ്റാർ യാഷ്. അത് കേട്ട് കഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. അപ്പൊ രാവണൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗാംഭീര്യത അത് യാഷിന് പറ്റും. അപ്പൊ ഇതിന്റെ കാസ്റ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. രൺബീറിനെ രാമനാക്കിയതിനെതിരെ കുറെ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. ആദ്യം രാമായണത്തിലെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊന്ന് കൃത്യമായിട്ട് പറയട്ടെ. പിന്നെ ഹനുമാനായിട്ട് വരുന്നത് സണ്ണി ഡിയോളാണ്. സണ്ണി ഡിയോൾ വരുന്നു. അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ ബോബി ഡിയോളും വരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് ബോബി ഡിയോൾ കുംഭകർണനായിട്ട് വരുന്നു. അപ്പൊ എനിക്കത് കേട്ടാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുംഭകർണൻ എന്ന് പറഞ്ഞാൽ വലിയ മാനുഷികനായിട്ടുള്ള മനുഷ്യനാണ്. ചിലപ്പോൾ ഇവര് ഗ്രാഫിക്സും VFX ഒക്കെ കൊണ്ട് വലുതാക്കി മാറ്റുമായിരിക്കും. എന്നാലും ബോബി ഡിയോൾ ചെയ്യുമോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച്. അപ്പൊ അത് ഉറപ്പായി ബോബി ഡിയോൾ അല്ല. അത് വ്യാജ റിപ്പോർട്ടുകളാണ്. ബോബി ഡിയോൾ അല്ലാട്ടാ കുംഭകർണനായിട്ട്. പിന്നെ ഈ ചിത്രത്തില് ലക്ഷ്മണനായിട്ട് രവി ദുബെയാണ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രനായിട്ട് കുനാൽ കപൂർ അഭിനയിക്കുന്നു. ദശരഥനായിട്ട് അഭിനയിക്കുന്നത് അരുൺ ഗോവിലാണ്. അതുപോലെ തന്നെ ഇന്ദിര കൃഷ്ണനാണ് കൗസല്യായിട്ട് അഭിനയിക്കുന്നത്. ഇതില് യാഷിന്റെ പ്രിയ സഖിയായിട്ട് അഭിനയിക്കുന്ന മണ്ഡോദരിയായി മാറുന്ന ആരാന്നറിയോ? അത് കേട്ടാ ഞെട്ടും. കാജൽ അഗർവാളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ നേരെ കണ്ണപ്പയിലേക്ക് ഒന്ന് പോയി. കണ്ണപ്പയില് നമ്മുടെ അക്ഷയ് കുമാറിന്റെ പത്നിയായിട്ട് അഭിനയിച്ചു. അതായത് അക്ഷയ് കുമാറിന്റെ പത്നി എന്ന് പറഞ്ഞാൽ ശിവന്റെ പത്നിയായിട്ട് അഭിനയിച്ചതാണ് നമ്മുടെ കാജൽ അഗർവാൾ. അതില് പാർവതിയായിട്ട്. പക്ഷേ ഉണ്ടല്ല, കണ്ണപ്പ ഒരു പടക്കം സിനിമയായി മാറിപ്പോയി. എന്താ ചെയ്യാം? എന്തായാലും ആദിപുരുഷും കണ്ണപ്പൊന്നും പോലെ എടുക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട നിതീഷ് തിവാരിനെ വലിയ ബഹുമാനമാണ് നമുക്ക്. കാരണം നിതീഷ് തിവാരി 2011 ചില്ലർ പാർട്ടി എന്ന് പറഞ്ഞ കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു സിനിമ ഒരുക്കി. കുട്ടികളുടെ മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് ആ പടത്തിന് കിട്ടിയതാണ്. അതേപോലെ തന്നെ ദംഗലിന്റെ തിരക്കഥ എഴുതിയ മനുഷ്യനാണ്. പിന്നെ 2014 ഭൂതനാഥ് റിട്ടേൺസ് എന്ന് പറഞ്ഞ അടിപൊളി ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തു. അപ്പൊ നിതീഷ് തിവാരി ചില്ലറ മനുഷ്യനല്ല, അടിപൊളി കഴിവുള്ള കലാകാരനാണ്. അപ്പൊ നിതീഷ് തിവാരിയും അതുപോലെ തന്നെ സംഗീതത്തിന്റെ അജയരായിട്ടുള്ള ഹാൻസ് സിമ്മറും AR റഹ്മാൻ, ഇന്ത്യയുടെ മാണിക്യം, ഇവരൊക്കെ കൂടി ചേരുന്ന പടമാണിത്. അമ്പമ്പോ അടിപൊളിയായി മാറും. കാര്യങ്ങളൊക്കെ സൂപ്പറായി മാറും. അപ്പൊ കണ്ണപ്പ പോലെ ആക്കരുത് ട്ടാ. അത് പ്രത്യേകം എടുത്ത് പറയാണ്. കണ്ണപ്പ പോലെ ആക്കരുത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാസ്റ്റിംഗ് ഉണ്ട്. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ സീരിയൽ കണ്ടിട്ടുണ്ടോ? അതിൽ ശിവനായിട്ട് അഭിനയിച്ച ആരാന്നറിയോ? മോഹിത് റൈന. അദ്ദേഹമാണ് ഈ ചിത്രത്തിൽ ഓം നമ ശിവായയിൽ അഭിനയിച്ച മോഹിത് റൈനയാണ് ഈ ചിത്രത്തിലെ നമ്മുടെ പരമശിവനാവുന്നത്, ഓങ്കാരമൂർത്തിയാവുന്നത് മോഹിത് റൈനയാണ്. അത് അടിപൊളി കാസ്റ്റിംഗ് ആയി പോയി. അല്ലാതെ അക്ഷയ് കുമാറിനെ കൊണ്ടുവന്ന് അലമ്പാക്കിയില്ല. അത് തന്നെ വലിയ കാര്യം. അടിപൊളി. മോഹിത് റൈന വന്നതിൽ സൂപ്പറായുണ്ട്. ഇതിലെ യാഷിന്റെ കാസ്റ്റിങ്ങും മോഹിത് റൈനയുടെ കാസ്റ്റിംഗ് ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രാവണൻ യാഷ് തന്നെയാണ്. അതിന് വേറെ മാറ്റാനൊന്നും പറ്റില്ല. വേറെ ആരെയൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കത് അത്ര രസകരമായി തോന്നില്ല. ആദിപുരുഷിലൊക്കെ ആയ പോലെ കോമഡി ആക്കി മാറ്റാൻ ഒരിക്കലും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് താല്പര്യം ഉണ്ടാവില്ല. പ്രഭാസൊക്കെ രാവനായിട്ട് വന്നപ്പോ അമ്പോ ഒട്ടും കോമഡി ആയിരുന്നു. അതെന്താ വെച്ചാലേ നമ്മുടെ മനസ്സില് നമ്മൾ കണ്ട ഇതിഹാസ താരങ്ങളാണ്. ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. രാമായണത്തിൻ്റെതായിട്ടുള്ള പാർട്ടായിട്ട് പല ചിത്രകഥകളായിട്ടും അല്ലാതെ തന്നെ പല സീരിയലുകളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള രാമൻ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള രാമൻ, വായിച്ചറിഞ്ഞിട്ടുള്ള രാവണൻ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു എന്താ പറയണ വരച്ചു വെച്ചതുപോലെ നിലനിൽക്കല്ലേ. അപ്പൊ ഇവരെ പോലുള്ള സിനിമ നടന്മാരെ കൊണ്ടുവന്നിട്ട് ഇത് അഭിനയിപ്പിച്ച് നമ്മുടെ മുന്നിൽ എത്തിക്കുമ്പോണ്ടല്ല, നമ്മൾ സത്യം പറഞ്ഞ തകർന്ന് തരിപ്പണമായി പോകും. അതാണ് ഇത് സംഭവിക്കുന്നത്. അക്ഷയ് കുമാറിനൊന്നും ഒട്ടും ചേരില്ല. പരമശിവന്റെ റോളൊന്നും ഒരിക്കലും ചേരില്ല അദ്ദേഹത്തിനൊന്നും. അപ്പൊ മോഹിത് റൈന അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. ചെയ്യട്ടെ, അടിപൊളിയാവട്ടെ. പിന്നെ ഈ സിനിമയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ പ്രൊഡ്യൂസർ ആയിട്ട് നമ്മുടെ യാഷ് പൈസ ഇറക്കിയിട്ടുണ്ട്.
നമിത് മൽഹോത്രയാണ് മെയിൻ പ്രൊഡ്യൂസർ. നമിത് മൽഹോത്ര ഈ ചിത്രത്തിന് വേണ്ടി സംഭാഷണങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശ്രീധർ രാഘവന്റെ രചനയിലും നമിത് മൽഹോത്രയുടെ സംഭാഷണങ്ങളുമാണ് ഈ സിനിമയുടെ കത്തുന്ന ഒരു ഉൾശക്തി. അതിനൊപ്പം തന്നെ നമ്മുടെ യാഷ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോ പ്രൊഡ്യൂസറായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തത ഈ ചിത്രത്തിൽ നടക്കുന്നു. അപ്പൊ ഈ ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയുകയാണെങ്കിൽ 1600 കോടി രൂപ ചെലവാക്കിയാണ് ഈ പടം പിടിക്കുന്നത് തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റഹ്മാനും ഹാൻസ് സിമ്മറൊക്കെ ചേർന്നിട്ടാണ് സംഗീതം. ടീസർ കണ്ടവർക്ക് മനസ്സിലാവും ആ മ്യൂസിക്കിന്റെ വൈബ്, BGM ഒക്കെ കിട്ടൂന്ന് പറഞ്ഞ് കിട്ടും. അതൊക്കെ ഉണ്ടല്ല തിയേറ്ററിൽ നിന്ന് കാണണം, കേൾക്കണം മോനെ. അമ്പമ്പോ കഥ എന്തായാലും നമുക്കറിയാം. രാമായണത്തിന്റെ കഥ എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു കൊച്ചു കുഞ്ഞിന് വരെ അറിയാവുന്ന കാര്യമാണ്, അത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ കഥയ്ക്ക് ഇവരുടേതായ ഭാവനയ്ക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തും. എന്ന് വെച്ചാൽ കഥകളിൽ മാറ്റമല്ല, ആ എടുത്തിരിക്കുന്ന രീതികളും നമ്മളുടെ കാഴ്ചയ്ക്ക് കോരിത്തരിപ്പിക്കുന്ന ദൃശ്യ അനുഭവങ്ങളായിരിക്കും ഇവർ സിനിമയിൽ കൊണ്ടുവരിക. അതായിരിക്കും നമുക്ക് കൂടുതൽ അത് ആ സിനിമയോട് അടുപ്പം വരുന്നത്. ചില ഡയലോഗ്സ് ഒക്കെ പറയുമ്പോഴല്ല നമ്മളിങ്ങനെ തീപ്പൊരി പോലെ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോകൂലേ, ആ ഒരു രസം. അപ്പൊ അതാണ് സിനിമയുടെ വിജയം തന്നെ. പിന്നെ രൺബീർ കപൂർ ഈ സിനിമയിൽ അഭിനയിച്ച് വിവാദത്തിന്റെ ഒരു തിരി കൊളുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ പറഞ്ഞ വെച്ചാല്, രൺബീർ കപൂർ എന്ന മനുഷ്യൻ ഇതില് ഈ സിനിമയിൽ ശ്രീരാമനായി മാറിയപ്പോ കുറെ ഭയങ്കര മനുഷ്യർക്ക് പ്രശ്നമായി മാറി എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഇദ്ദേഹം മാംസം കഴിക്കുന്ന ഒരാളാണ്. ആര്? രൺബീർ കപൂർ. അപ്പൊ മാംസം കഴിക്കുന്ന ഒരാള് ശ്രീരാമനായിട്ട് മാറിയത് ഒട്ടും ശരിയായില്ല എന്നാ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങൾ ഇപ്പോ ഏതു താരത്തിന് വേണ്ടി അഭിനയിക്കുക, അതിൽ ഉള്ളവരുടെ ജാതി, മതം, അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ ധരിക്കുന്ന വസ്ത്രം, ഇതൊക്കെ എന്തിനാന്ന് ഇതിൽ കൊണ്ടുവന്ന് വലിച്ചഴിക്കുന്നത്? അവരൊരു സിനിമയിൽ അഭിനയിക്കുന്ന ആ കഥാപാത്രം കഴിഞ്ഞ് അവർ വേറെ സിനിമയിൽ പോയി ചിലപ്പോൾ ഇനി അടുത്ത സിനിമയിൽ അദ്ദേഹം ചെയ്യുന്നത് കള്ളനായിട്ടോ പോലീസായിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്? എന്തിനാ? അത് വളരെ മോശമായിട്ടുള്ള സംഭവം തന്നെയാണ്. അത് തെറ്റ് തന്നെയാണ്. അത് നമ്മൾ എടുത്ത് സൂചിപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ സായ് പല്ലവി സീതയായത് ഒട്ടും ശരിയായില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവരൊക്കെ നല്ലൊരു മികച്ചെന്ന് വെച്ചാൽ നാച്ചുറൽ ബ്യൂട്ടിയാണ് സായ് പല്ലവി, അല്ലേ? ഇപ്പൊ ഒരുപാട് സിനിമ താരങ്ങള് ഹിന്ദി ലോകത്ത് തന്നെയുണ്ട്, അല്ലെങ്കിൽ തമിഴ് ലോകത്ത് തന്നെയുണ്ട്, നടിമാര് തന്നെ. അപ്പൊ അവരെല്ലാം ആരെങ്കിലും കൊണ്ടുവന്ന ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിന്റെ അകത്തൊരു എന്താ പറയണ, ഇന്ന ആളായി കഴിഞ്ഞാൽ അടിപൊളിയാവും, അങ്ങനെ ഒരു ചിന്ത ഉണ്ടല്ലോ. ആ ചിന്തയാണ് കൂടുതലും കൂട്ടി ഇണക്കുന്നത് സായ് പല്ലവിനെ പോലുള്ളവർ വരുമ്പോഴാണ്. ഈ നിതീഷ് തിവാരിനെ മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. നിതീഷ് തിവാരി അങ്ങനെ ചുമ്മാ ഒരാളെ കൊണ്ട് അവിടെ ഒന്നും കാസ്റ്റ് ചെയ്യില്ല. അദ്ദേഹം നല്ലതുപോലെ തല വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാ. അപ്പൊ അദ്ദേഹം നല്ലതുപോലെ ചിന്തിച്ച് തന്നെയാണ് സായ് പല്ലവിക്ക് സീത എന്നുള്ള ആ റോള് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചുമ്മാ വെറുതെ ഇരുന്നുകൊണ്ട് ആളുകൾ സായ് പല്ലവി പറ്റില്ല, സായ് പല്ലവി പറ്റി, പിന്നെ അവിടെ ആരെ കൊണ്ട് നോക്കിയാനാ? ഹിന്ദി സിനിമാ ലോകത്ത് തുടർച്ചയായിട്ട് കാണുന്ന നടിമാരൊക്കെ ഒന്നല്ലെങ്കിൽ ഓരോ പാഠശൈലിയിലും ഇതിലൊക്കെ വന്നു പോയിട്ടുണ്ട്. പുതിയ കുട്ടികളെയാണ് ഒരു കൊണ്ടുവന്ന് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് അത്ര അഭിനയത്തിന്റെ കാര്യത്തിൽ വലിയ ഒരു അറിവൊന്നും ഉണ്ടാവില്ല, പൊട്ട അഭിനയമായിരിക്കും. അപ്പൊ എന്തുകൊണ്ടും സായ് പല്ലവിക്ക് അടിപൊളിയായിട്ട് അഭിനയിക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ ഓരോ ട്രോളിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയതിനെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. രാമായണം എന്ന് പറഞ്ഞ സിനിമയിൽ സീത എന്ന് പറഞ്ഞ റോള് സായ് പല്ലവിക്ക് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രേമം സിനിമയിലൊക്കെ അഭിനയിച്ചു പോയ ആ നടി രാമായണം എന്ന് പറഞ്ഞ സിനിമയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ? അടിപൊളിയായിട്ട് അഭിനയിക്കട്ടെ. പിന്നെ അതുപോലെ രൺബീർ കപൂർ ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് മേടിക്കുന്ന പൈസ എത്രയെന്നറിയോ? അത് കേട്ടാൽ ഞെട്ടണ്ട, എന്നാലും ഞെട്ടിക്കോ അല്ലേ. 75 കോടിയാണ് ഫസ്റ്റ് പാർട്ടിന് വേണ്ടി അദ്ദേഹം മേടിക്കുന്നത്. അതുപോലെ 2 പാർട്ടുണ്ട് ഈ പടം, 2 പാർട്ടുണ്ട്. 2 പാർട്ടിലായിട്ട് മേടിക്കുന്ന 150 കോടി രൂപ. 2026 ദീപാവലിക്ക് ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് രാമായണ വരും. അതിനുശേഷം സെക്കൻഡ് പാർട്ടായിട്ട് 2027 ദീപാവലിക്ക് രാമായണ 2 വരും. 2. അപ്പൊ എല്ലാ സിനിമാ പ്രേമികളെ പോലെ തന്നെ ഞാനും വളരെ 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 കാത്തിരിക്കുന്നു രാമായണ എന്ന പടം കാണാൻ വേണ്ടി. കടന്നു വരട്ടെ കാണാൻ കാത്തിരിക്കുന്നു. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.